ഹായ് കൂട്ടുകാരെ, താമര എന്ന പുഷ്പത്തെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അത്രയും സൗന്ദര്യമാണ് ആ പുഷ്പത്തിന്. താമരയുടെ ഇലയും തണ്ടുമാണിത്. പൂവ് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഇലയിലാണ് പണ്ടൊക്കെ ആളുകൾ ഉപ്പുമാവ് കഴിച്ചിരുന്നത്, ഉപ്പ് പൊതിഞ്ഞിരുന്നത്, ഭക്ഷണമൊക്കെ കഴിക്കാൻ ഈ ഇല ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ഇലയുടെ ഔഷധ ഗുണങ്ങൾ ഒരുപാടാണ്. പൂവിനും ഔഷധ ഗുണമുണ്ട്, തണ്ടിനും ഔഷധ ഗുണമുണ്ട്. അപ്പം ഞാൻ തണ്ട് കൊണ്ടുള്ളൊരു വിഭവമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. താമരയുടെ തണ്ട് അതെങ്ങനെയാണെന്ന് പറയാം. താമരയില പൊതുവെ തണുപ്പുള്ളതാണ്. വേനൽ ചൂടിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു ഈ ഇല. ഈ ഇല അരച്ചിടുകയാണ് ചെയ്യാറ്. അങ്ങനെ അരച്ചിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ചൂടുകുരു ഇല്ലാതെ ആവുന്നു. താമരയുടെ തണ്ട് തോലൊക്കെ ചീന്തിയെടുത്ത് വട്ടത്തിലരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചുണക്കിയതാണ് ഇത്. ഇതില് ഉപ്പ് കൂടുതൽ പിടിക്കാൻ പാടില്ല, അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇതിന് എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്ന് നോക്കാം. പാലക്കാടൻ പാടങ്ങളിൽ കുളങ്ങൾ ധാരാളമുണ്ട്. അധികം കുളങ്ങളിലും ചുവപ്പും വെള്ളയുമായ താമര കൃഷി ചെയ്തു തന്നെ വരുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള പൂക്കൾ കൊടുക്കും, കിഴങ്ങെടുത്ത് ഉണക്കി കൊണ്ടാട്ടമാക്കി വിൽക്കുകയും ചെയ്യും. ഈ കൊണ്ടാട്ടത്തിന് നല്ല വിലയാണ് ഉള്ളത്. ഇത് പറിച്ചെടുക്കുന്നത് നല്ല വിദഗ്ധരായിരിക്കും. അവരിതിൽ പഠിച്ചവരായിരിക്കും, മുങ്ങാൻ കഴിവുള്ളവർ. അതായത് പണിക്കാരാണിത് അധികവും പറിച്ചെടുക്കാറ്. അവർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി ഒരു പ്രത്യേക രീതിയിൽ നീന്തി വേണം അതിൻ്റെ അടിയിലെത്താൻ. അല്ലെങ്കിൽ താമരയുടെ ഈ ഒരു തണ്ടിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ കാലും നമ്മളും തന്നെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അത്രയും കെട്ടുപിണഞ്ഞാണ് ഇതിൻ്റെ തണ്ടുകൾ കിടക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ സ്വാദുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കിഴങ്ങാണ്. പക്ഷെ ആ കിഴങ്ങ് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് തണ്ടാണ്. കിഴങ്ങ് ചെത്തി വേവിച്ച് ഉപ്പിട്ട് ഉണക്കിയതിനാണ് ഏറ്റവും കൂടുതൽ സ്വാദും ഔഷധ ഗുണവും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കാരണവന്മാർ ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കിഴങ്ങ് പാലിൽ അരച്ച് അവർ കുടിക്കാറുണ്ട്. വേനൽക്കാലത്തെ പാലക്കാടൻ ചൂടിൽ നിന്നും മൂത്രച്ചൂട് വരുന്നത് ഇത് തടയുമത്രേ. പൂവ് അരച്ച് പുരട്ടിയാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുട്ടുനീറൽ കുറഞ്ഞു കിട്ടുമത്രേ. മഞ്ഞപ്പിത്തത്തിനും ഇത് നല്ലതാണ്. ചിക്കൻ ബോക്സ് വരാറുണ്ട് വെയിൽ കൂടുമ്പോൾ, കാറ്റത്ത്. അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നത് ഇതും നെല്ലിക്കയും ചന്ദനവും കൂടി സമാസമം ചേർത്തരച്ച് പുരട്ടുന്നത് കണ്ടിട്ടുണ്ട്. പാമ്പുകടി ഏറ്റ ആളുടെ ശരീരം വെള്ളം പറ്റാതിരിക്കാൻ വേണ്ടി താമരപ്പൂവിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളപ്പോക്ക്, രക്തസ്രാവം, ഇതിനൊക്കെ ഇത് പരിഹാരമാണത്രേ. ഇതിൻ്റെ പൂവ് അരച്ച് പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന ദുർഗന്ധം, വിയർപ്പ് നാറ്റം പോകാൻ അത്യുത്തമമാണ്. അതേപോലെ വെള്ളപ്പോക്കിനും ഇത് ഉപയോഗിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് താമര. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല പോലെ ചൂടാവണം. അതിലേക്ക് ഞാൻ ഒരു പിടി താമരത്തണ്ട് ഉണക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല പോലെ കരിയരുത്. തീയൊന്ന് കുറച്ചിട്ട് വേണം ഇത് കോരിയെടുക്കാൻ. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോരിയെടുക്കാം. തീ കുറച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. കൊണ്ടാട്ടം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കരിയാതെ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടിച്ചാൽ ഇങ്ങനെ ഒരു ക്രിസ്പി പരുവത്തിൽ ആയിരിക്കുകയും വേണം. ഗുരുവായൂരൊക്കെ ഇത് വാങ്ങാൻ കിട്ടും, പാലക്കാടും വാങ്ങാൻ കിട്ടും. വാങ്ങുന്ന കൊണ്ടാട്ടത്തിൽ ചെറിയൊരു
ഉപ്പുണ്ടാവും, ഒന്ന് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസമാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് പാകത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഭയങ്കര രുചിയായിരിക്കും. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അത് എടുക്കാറും ഉണക്കാറും. വേനൽ സമയത്ത് വെള്ളം വറ്റും, കുളത്തിലെ വെള്ളം വറ്റും. ആ സമയത്താണിത് എടുക്കാറ്. ചേറിൻ്റെ അടിയിലാവും കിഴങ്ങ്. നല്ല ബുദ്ധിമുട്ടാണിത് പറിച്ചെടുക്കാൻ. പക്ഷേ ഇതിൽ വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയാണ്. ഒറിജിനൽ കിഴങ്ങ് വാങ്ങി നമ്മൾ വേവിച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണം പൂർണ്ണമായും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് തണ്ടാണ്, മൂത്ത തണ്ടാണ്. അടിയിൽ നിന്ന് വരുന്ന തണ്ടാണ്, മേലത്തെ തണ്ടല്ല. മേലെ ഉള്ള തണ്ടിനത് അതൊരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക, അത് ഉപയോഗിക്കാറില്ല. മൂത്ത തണ്ടാണ് ഉപയോഗിക്കാറ്. കൂടാതെ കിഴങ്ങിന് ഒരു പ്രത്യേക രൂപമായിരിക്കും, ഉരുണ്ട രൂപമായിരിക്കും. അതിനാണ് സ്വാദ് കൂടുതൽ. അത് പറിക്കുന്ന സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റും. ആ കാലഘട്ടമാവുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.